ഒരു മുറിയിൽ നിന്ന് 1 ഗ്രാമിന് താഴെ കഞ്ചാവാണ് പിടികൂടിയത്. ആ ഹോസ്റ്റലിൽ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയ വണിലൂടെ പ്രേക്ഷകർ കാണുന്നത്. രണ്ട് നിലകളുള്ള ഹോസ്റ്റലാണ്. രണ്ടാം നിലയിലേക്ക് പുറത്തെ കോണി വഴിയാണ് ഇപ്പോൾ പോലീസ് കയറിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു പോലീസിന്റെ അപ്രതീക്ഷിതമായ വരവും പരിശോധനയും. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം പോലീസ് ഇന്നലെ രാത്രി കളമശ്ശേരിയിലെ പോളിടെക്നിക് ഹോസ്റ്റലിൽ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൂർണ്ണമായും ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ആരെയും പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെയായിരുന്നോ ഈ പരിശോധന? എല്ലാ മുറിയിലും പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടോ? എല്ലാ മുറിയിലും പോലീസിന്റെ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ACP നമ്മളോട് സംസാരിക്കുകയുണ്ടായി. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തിയത്. ഹോളി ആഘോഷമുണ്ട്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിദ്യാർത്ഥികൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അറിയിപ്പുകൾ നൽകിയതിനു ശേഷമാണ് കോളേജ് അധികൃതർ ഉൾപ്പെടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ പോലും അവിടെ പോലീസ് എത്തിയതിനു ശേഷം പുറത്തു പോകുന്നതിനോ അനുവദിച്ചില്ല. പക്ഷെ പോലീസ് വരുന്ന കണ്ട പോലീസിന്റെ സാന്നിധ്യം കണ്ട ഏതാനും വിദ്യാർത്ഥികൾ, അത് വിദ്യാർത്ഥികളാണോ എന്ന് പോലീസിന് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പുറത്തു നിന്നുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളാണോ എന്നറിയില്ല. അവർ ഏതാനും സ്റ്റുഡൻസ് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് പരിശോധന നടത്തിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആ അറസ്റ്റിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പരിശോധന നടത്തുന്ന സമയത്ത് അഭിലാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. SFIയുടെ യൂണിറ്റ് സമ്മേളനം നടത്തുന്നതിന്റെ ഭാഗമായി ക്യാമ്പസിനുള്ളിൽ തന്നെ കൊടിതോരണങ്ങൾ കെട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പോലീസ് കയറിപ്പോകുന്നത് കണ്ടു. പിന്നാലെ ചെന്നപ്പോഴാണ് തന്റെ മുറിയിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതായി കാണുന്നത്. അപ്പോഴാണ് പറയുന്നത് തന്റെ മുറിയിൽ നിന്ന് ഇത് കണ്ടെത്തിയെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു 1-2 വിദ്യാർത്ഥികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആയിരുന്നില്ല. ഈ ഹോസ്റ്റലിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട്, കഞ്ചാവ് ഉൾപ്പെടെ എത്തുന്നുണ്ട്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി സിജോ, നേരത്തെ ACP പറഞ്ഞത് ഈ പരിശോധന നടത്തുമ്പോൾ ആ മുറിയിലുള്ളവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ ACP പറഞ്ഞത്. എല്ലാ വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതായിരിക്കാം, ആ പരിശോധന നടത്തുന്ന സമയങ്ങളിൽ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ നമ്മുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നടത്തുന്ന സമയത്ത് അവരുണ്ടായിരുന്നില്ല. അഭിരാജ് ഉൾപ്പെടെയുള്ളവർ റെയ്ഡ് നടത്തുന്ന സമയത്ത് മുറിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നോ? അഭിരാജ് ഉൾപ്പെടെയുള്ള അതിലൊരു കൃത്യമായ വ്യക്തത പോലീസ് പറഞ്ഞിട്ടില്ല. അതിലൊരു ക്ലാരിറ്റി എന്തായാലും വരേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ആ മുറിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്തായാലും അല്പം കൂടി വ്യക്തത വരേണ്ടത്. ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തോട് അത് അല്പസമയത്തിനകം തന്നെ ചോദിച്ച് കൃത്യമായി തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്തായാലും ഈ കഞ്ചാവ് കണ്ടെടുക്കുന്നു അല്ലെങ്കിൽ ആ മുറിയിൽ പരിശോധന നടത്തി ആ സമയത്ത് വിവരം അറിഞ്ഞ് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് അവിടുന്ന് കഞ്ചാവ് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഈ പല മുറികളിൽ കഞ്ചാവ് പരിശോധന നടത്തുന്നു. ഒരേ സമയം തന്നെ പോലീസ് എത്തി പരിശോധന നടത്തുന്നു. അപ്പോഴാണ് 2 മുറികളിൽ നിന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഈ റൂമിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്, ഇന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ACP വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. കഞ്ചാവ്, അതോടൊപ്പം തന്നെ പണപ്പിരിവ് എല്ലാം ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. 2 നിലകളുള്ള ഹോസ്റ്റലിന്റെ എല്ലാ മുറികളും വിശദമായി പരിശോധിച്ചു. അങ്ങനെ 2 മുറികളിൽ നിന്നാണ് ഇങ്ങനെ കഞ്ചാവ് പിടികൂടിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പരിശോധനകളും അന്വേഷണവും നടന്നു വരികയാണ്. ആരാണ് ഈ കഞ്ചാവ് ഇവിടെ എത്തിച്ചത് എന്നുള്ളതാണ്